നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മുടെ ജാതകത്തിൽ പല വിധത്തിലുള്ള യോഗങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ സന്യാസ യോഗം എന്ന് പറയുന്നത് കേട്ടോ. ഇത് പലർക്കും ഉണ്ടാകാറുണ്ട്, പല പ്രായത്തിലൊക്കെ ആയിട്ടായിരിക്കും. ചിലർ അതേക്കുറിച്ച് അറിയുക പോലുമില്ല, ചിലർ അറിഞ്ഞാലും അതിന് മൈൻഡ് ചെയ്യില്ല, ചിലർ മാത്രമാണ് അതിൻ്റെ പുറകെ പ്രായശ്ചിത്തമായിട്ട് പോകാറുള്ളത്. ശരിക്കും ഈ ജാതകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അതിലുണ്ടായിരിക്കുക. അത് അറിയാവുന്നവർ വേണം ജാതകം തയ്യാറാക്കാനായിട്ട്. അങ്ങനെയും കൂടി ഉണ്ട് കേട്ടോ. ജ്യോതിഷം എന്ന് പറയുന്നത് ശാസ്ത്രമാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. പറഞ്ഞതുപോലെ അതിൽ പ്രഗത്ഭരായവർ, നല്ല അറിവുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനും അത് സാധിക്കും. അപ്പോൾ ഈ സന്യാസ യോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിലൂടെ അർത്ഥാക്കുന്നത്? ഇത് ചോദിക്കാനായിട്ടൊരു കാരണം കേട്ടോ. ഒരു കുട്ടിയാണ്, അപ്പോൾ അവൻ്റെ കല്യാണപ്രായം എത്തിയ സമയത്താണെന്ന് തോന്നുന്നു. ജാതകമൊക്കെ അപ്പോഴാണല്ലോ സാധാരണ നോക്കുക. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ സന്യാസ യോഗം കണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം സന്യാസിയാകുമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിലെ ആ കുട്ടിക്ക് ഒരു ടെൻഷനൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ പ്രതിവിധിയൊക്കെ അന്വേഷിച്ച് പോയപ്പോൾ സന്യാസിയായിട്ട് ജീവിക്കണം, കുറച്ച് നാൾ, ഒരു 10-30 ദിവസത്തെ ചടങ്ങേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ആ വേഷവിധാനങ്ങൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഈ കുട്ടിയുടെ ടെൻഷൻ. അപ്പോൾ എന്താണ് അതിനൊരു പ്രതിവിധി, എന്താ അതിന് ചെയ്യേണ്ട, ഈ ഒരു ടെൻഷനൊക്കെ മാറാനായിട്ട് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിന്ന് അതേക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഈ സന്യാസ യോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, എന്താണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത്, എങ്ങനെയായിരിക്കണം നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്കതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ടേ അലങ്കാരങ്ങൾ പറയാം കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലത്തെ അലങ്കാരം പറയുന്നതിന് മുൻപായിട്ടേ നാലമ്പലത്തിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. ആ വാതിൽ മാടത്തിൽ നിറയെ നിറമാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു. അത് തുളസി കൊണ്ടുള്ള നിറമാലകളുണ്ട്, താമരയും പിന്നെ നന്ദ്യാർവട്ടവും കൂടെ കോർത്തിട്ടുള്ള നിറമാലകളുണ്ട്. അതിനടുപ്പിച്ചടുപ്പിച്ച് നല്ല ഭംഗിയിലായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വലിയ നിറമാലയൊക്കെ ഷീറ്റാക്കിയ ദിവസങ്ങളിൽ അവിടെ ധാരാളം നിറമാലകളൊക്കെ ചാർത്തി കാണാറുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് വരുമ്പോഴാണ് അതിനേക്കാൾ ഭംഗിയായിട്ടുള്ള ഒരു കുട്ടി ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ ഗുരുവായൂരപ്പൻ മുരളീധരനായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 കുഞ്ഞിക്കാലുകളും ഇങ്ങനെ പിണച്ചു വെച്ചുകൊണ്ട് വേണുനാഥം പൊഴിക്കുന്ന കുഞ്ഞു ഗുരുവായൂരപ്പൻ്റെ കുഞ്ഞുണ്ണിക്കണനായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു മിടുക്കനായിട്ട് നല്ല ഉഷാറോട് കൂടിയിട്ടാണ് ഓടക്കുഴലൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഭഗവാൻ. കുറച്ച് ദിവസങ്ങളായി ഭഗവാനെ ഈ ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണനായിട്ട് കണ്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും പരിഭവം ഉണ്ടാവുമല്ലോ. കാരണം ഭഗവാനെ കൂടുതൽ പേർക്കും കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഭാവമാണ് ഉണ്ണിക്കണ്ണനായിട്ട്, ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിയായിട്ട്. അപ്പം അങ്ങനെ ഒരു സങ്കടമൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ടാട്ടോ എന്നും പറഞ്ഞിട്ട് വേഗം ഓടക്കുഴലൊക്കെ എടുത്തിട്ട് കാലുകൾ രണ്ടും പിണച്ച് വെച്ചുകൊണ്ട് ഓടക്കുഴൽ നാദാണ് പിന്നെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക. എല്ലാവരും ഭഗവാനെ കാണാൻ എത്തിയിട്ടുള്ള എല്ലാവരും ഗോപികമാരായിട്ട്, ഗോപന്മാരായിട്ട് ആ ഒരു ഓടക്കുഴലിൻ്റെ നാദത്തിൽ ഇങ്ങനെ മുഴുകി എല്ലാത്തിലും ലയിച്ചുകൊണ്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഒന്നും അറിയില്ല, ഒന്നും അറിയാതെ ഭഗവാനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു ആ അലങ്കാരമൊക്കെ നോക്കി കാണുന്നുണ്ടായിരുന്നേ. ഭഗവാനെ എല്ലാവരും കണ്ടു തൊഴുന്നുണ്ടായിരുന്നേ. അത്രയും മനോഹരമായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് കേട്ടോ. നല്ല മിടുക്കനായിട്ട് 3 തിരുമുടി മാലകളുണ്ട് ഭഗവാനെ. ഒരെണ്ണത്തിലെ 3 നിറമുണ്ട് കേട്ടോ. തെച്ചിയുണ്ട്, തുളസിയുണ്ട്, നന്ദ്യാർവട്ടമുണ്ട്. രണ്ടാമത്തേതിലെ 2 നിറങ്ങളുള്ളത്, അതായത് ചുവപ്പ് വെള്ള, നന്ദ്യാർവട്ടമുണ്ട്, തെച്ചിയുണ്ട്. പിന്നത്തെ തിരുമുടി മാലയിൽ ഒറ്റ നിറയേ ഉള്ളൂ, അത് തൂവെള്ള നിറത്തിലെ നന്ദ്യാർവട്ടം കൊണ്ടാണ് കോർത്തിട്ടുണ്ടായിരുന്നത്. 2 ഉണ്ടമാലകളുണ്ട്. ഭഗവാന്റെ ദേഹത്തിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് നന്ദ്യാർവട്ടം തെച്ചി, നന്ദ്യാർവട്ടം തെച്ചി, അതിങ്ങനെ മാറി മാറി കോർത്തിരിക്കുക. പിന്നെ ഒരു ഉണ്ടമാല നല്ല തടിച്ചുരുണ്ട ഉണ്ടമാലയാണ്, അതിൽ തെച്ചിയും തുളസിയും കൂടിയാണ് ഇങ്ങനെ മാറി മാറി കോർത്തിരിക്കുന്നത്. ഭഗവാനെ നല്ല ഭംഗിയിലാണ് ഈ ചൊരുക്കിയിട്ടുണ്ട് കേട്ടോ. പീലി തിരുമുടിയൊക്കെ ഉണ്ട്, 2 കുഞ്ഞു പീലികൾ ചാർത്തിയിട്ടുണ്ട്. ഇതൊക്കെ നന്നായി കാണാം കേട്ടോ. നമുക്ക് നെറ്റിയിൽ ഗോപി തിലകമൊക്കെ ഉണ്ട്, കാതുപൂക്കളൊക്കെ ഉണ്ട്, നന്നായിട്ട് പുഞ്ചിരിക്കുന്നുണ്ട് ഭഗവാൻ, നല്ല സന്തോഷമുണ്ട് മുഖത്ത് കേട്ടോ. പിന്നെ 3 മാലകളുണ്ട്. ഒരു വളയം പോലത്തെ മാല, പിന്നെ 2 മാലകൾ, കൈവളകളും തോൾവളകളും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്തോ എനിക്കത് കൃത്യമായിട്ടായിട്ട് കാണാൻ സാധിച്ചില്ല, കണ്ണിൽ പെട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. കുഞ്ഞി കൈകൾ കൊണ്ട് പൊന്നോട് കുഴലി ചുണ്ടോട് ചേർത്ത് വെച്ചിട്ട് വേണുനാഥം പൊഴിക്കുകയാണ് ഭഗവാൻ. അരയിൽ കിങ്ങിണിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കിങ്ങിണിയുടെ ആ മുൻവശത്ത് കുറേ ഇങ്ങനെ അലുക്കുകളൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പട്ടുകോണത്തിൻ്റെ ഭൂരിഭാഗം അതിങ്ങനെ മറച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ആ വളവും തിരിവൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കാലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ പിണച്ച് വെച്ചിട്ടുണ്ട്. കാൽത്തളകളും ഇന്നലെ എനിക്ക് കാണാൻ സാധിച്ചില്ല കേട്ടോ. ഞാൻ നന്നായി നോക്കി, കാരണം എനിക്ക് കാൽത്തളകൾ നല്ല ഇഷ്ടമാണെന്ന് ഞാൻ പറയാറുണ്ടല്ലോ ഭഗവാന്റെ. എനിക്ക് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു ആഭരണം ഭഗവാന്റെ കാലിൽ അണിഞ്ഞു കിടക്കുന്ന കാൽത്തളങ്ങളാണ്.
അപ്പം അത് ഇന്നലെ കണ്ടിരുന്നില്ല കേട്ടോ. ഭഗവാൻ പക്ഷേ ആ കാലത്തുകൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. യശോദാമ്മ എന്തായാലും നന്നായി ഒരുക്കിയിട്ടാണല്ലോ എപ്പോഴും കളിക്കാനൊക്കെ ആയിട്ട് വിടുക. അപ്പോൾ എന്തായാലും അതുണ്ടായിരിക്കും, എനിക്ക് കാണാൻ സാധിക്കാഞ്ഞതാണ്. എന്നിരുന്നാലും നല്ല സന്തോഷവാനായിട്ട് മിടുക്കനായിട്ട് ഓടക്കുഴലൂതി നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ ഉണ്ണിക്കണ്ണനെ തൊഴുതു നമസ്കരിച്ചിട്ട് ഗണപതിയെ തൊഴാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഗണപതിക്ക് ഒരു കസവും കൊണ്ടുകൊണ്ടാണ് കേട്ടോ ഉടയാടെ ഉണ്ടായിരുന്നത്. വളരെ ലളിതമായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. തുമ്പിയിൽ ഒരു തിലകം വെച്ചിട്ട് അതിനെ തല തിരിച്ചിട്ട് അതിൻ്റെ അഗ്രം താഴ്ത്തിക്കാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. നെറ്റിയുടെ ഭാഗത്ത് 2 പൊട്ടുകളുണ്ട്, സ്വർണ്ണ പൊട്ടുകൾ. കാതിൽ സ്വർണ്ണ പൂക്കളുണ്ട്. പിന്നെ ഗണപതിയുടെ സ്വർണ്ണ നിറത്തിലെ ആ നടുക്ക് ചുവപ്പ് കല്ല് പതിപ്പിച്ച ഒരു കിരീടം കൂടി ഉണ്ട്. നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് അലങ്കാരത്തിന് ചെറിയ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും വളരെ ലളിതമായിട്ട് അഴിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഗണപതി ഇനിയായിരുന്നു. എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് ഭഗവതി അമ്മേനെ കാണാനായിട്ട് പോകുക കേട്ടോ. ഭഗവതി നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതീവ സുന്ദരിയായിട്ട് തന്നെയാണ് കേട്ടോ ഭഗവതി അമ്മ ഇരിക്കുന്നത്. ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു. മഞ്ഞ നിറത്തിലാണ് ഉടയാട. അതിലിങ്ങനെ തട്ടുതട്ടുകൾ പോലെ ചുവന്ന ലേസൊക്കെ ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട്, ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരു ഉത്തരിയും കൂടി ഉണ്ട് കേട്ടോ. അത് മഞ്ഞയാണ്, പക്ഷെ വേറൊരു ടൈപ്പ് മഞ്ഞയാണ്. അതിൻ്റെ ബോർഡറിലെ പച്ച കളറിലാണ് ലേസ് പതിപ്പിച്ചിരിക്കുന്നത്. നല്ല സുന്ദരിയാട്ടോ ഭഗവതി. കഴുത്തിൽ മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട്. ചുവന്ന പട്ടുകൊണ്ട് ഒരു മാല, പിന്നെ സ്വർണ്ണ നിറം, പിന്നെയും ചുവന്ന പട്ട്, പിന്നെ ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട്. കാതിൽ സ്വർണ്ണപ്പൂക്കളാണ്. ചുണ്ടൊക്കെ നല്ല കരിയും ചുവപ്പ് നിറത്തിലാണ്. നെറ്റിയിലൊരു തിലകമുണ്ട്. പിന്നെ ഒരു ചെറിയ സ്വർണ്ണ നിറത്തിൽ ഒരു കിരീടം ചൂടിയിട്ടുണ്ട്. ആ കിരീടത്തിന് മുകളിലൊക്കെ നിറയെ സ്വർണ്ണ നിറത്തിൽ തിലകങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം നല്ല തിളക്കം. ഭഗവതി അമ്മേനെ നോക്കുമ്പോൾ നല്ല സുന്ദരിയാണ്. അങ്ങനെയാണ് ഭഗവതി ഇരിക്കുന്നുണ്ടായിരുന്നത്. എല്ലാവരും ഭഗവതിയുടെ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പനെ കാണാം. അയ്യപ്പന് മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് കേട്ടോ. നിറയെ സ്വർണ്ണ പൊട്ടുകളൊക്കെ ഇങ്ങനെ പതിപ്പിച്ചതുപോലെ. പിന്നെ അരയിൽ ഒരു കസവും കൊണ്ട് ചുറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ചന്ദനം ചാർത്തിയിട്ട് ഒരു സ്വർണ്ണ മാല അണിഞ്ഞിട്ടുണ്ട്. കാതിൽ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. നന്നായി വായ തുറന്നിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കണം അയ്യപ്പനായിരുന്നു. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷം തോന്നും. നമുക്കും ആ ഒരു ചിരി ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ചുണ്ടിലിങ്ങനെ വരും കേട്ടോ. അങ്ങനെ ചിരിച്ചിരിക്കുന്ന അയ്യപ്പനായിട്ടായിരുന്നു. നെറ്റിയിലൊരു ചന്ദ്രകലയുണ്ട്. പിന്നെ അയ്യപ്പൻ്റെ ഒരു സ്വർണ്ണ നിറത്തിൽ കിരീടമുണ്ട്. അതാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. അങ്ങനെയായിരുന്നു ഇന്നലത്തെ അയ്യപ്പൻ്റെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അയ്യപ്പൻ്റെ ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് ജാതകത്തിലെ സന്യാസ യോഗത്തെ കുറിച്ച് പറയാം കേട്ടോ. ഇത് പലർക്കും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞല്ലോ. പലരും അറിയില്ല. ഞാൻ അറിഞ്ഞവരാണെങ്കിൽ മൈൻഡ് ചെയ്യില്ല. കുറച്ച് പേര് മാത്രമേ അതിൻ്റെ പുറകെ പോകൂ. അപ്പം അങ്ങനെ പോകുന്ന സമയത്തെ ആദ്യം വ്യക്തമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയണം. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പേരെ കാണുക. അത് ആ കുട്ടി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എത്ര വയസ്സിലാണെന്ന് നമ്മൾ ആലോചിക്കണം. എത്ര വയസ്സിലാണ് അത് ഉള്ളത് എന്ന് ആദ്യം അവരെടുത്ത് ചോദിക്കണം. അവർ ഏത് പ്രായത്തിലാണെന്ന് പറയും. അപ്പോൾ ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയാണ്, എത്രത്തോളം കാഠിന്യത്തിൽ അത് അനുഭവിക്കേണ്ടതായിട്ട് അവർ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ നമുക്കറിയാം അവർ ശരിക്കും പറയുന്നതാണോ അത് വെറുതെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊക്കെ പറഞ്ഞിട്ട് പൈസ തട്ടാനായിട്ട് ഇരിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്. യഥാർത്ഥത്തിൽ ഇരിക്കുന്നവരെല്ലാട്ടോ പറയുന്നത്. പ്രഗത്ഭരായിട്ടുള്ള നിരവധി പേരുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സംഭവിക്കുന്ന അങ്ങനെയുള്ളവരുണ്ട്. അവരെടുത്ത് വേണം നമ്മൾ പോകാനായിട്ട്. എന്നിട്ട് ഏത് പ്രായത്തിലുള്ളതാണ് ആദ്യം ചോദിക്കണം. കാരണം ഈ പ്രായം അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളായി ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ഒരു 10, 80, 90 വയസ്സിലൊക്കെയാണ് ഈ ഒരു സന്യാസ യോഗം വരുന്നതെന്ന് വെച്ചാൽ എന്തിനാ നമ്മളത് ആലോചിച്ച് ടെൻഷനാവുന്നത്? ആ ഒരു പ്രായത്തിലെത്തിയിട്ട് എല്ലാ നമ്മുടെ കടമകൾ ബാധ്യതകൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ സന്യാസിയായിട്ടിരിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 80 വയസ്സ്, ഒരു 90 വയസ്സ്, ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മളിപ്പോഴേ ആലോചിച്ചിരുന്നിട്ട് ടെൻഷൻ ആവണോ? അപ്പോൾ ആദ്യം പ്രായം ചോദിക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ പരിഹാരങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസ്യ യോഗ്യമാവണം. എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും കൃത്യമായിട്ട് അന്വേഷിച്ച് അറിഞ്ഞിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇത്ര വലിയ തുക എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ സമീപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ജാതകത്തിൽ ഇങ്ങനെ പരിഹാരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വൈദവ്യ ദോഷമൊക്കെ ഉള്ളവർക്ക് ഈ വാഴക്കല്യാണമൊക്കെ നടത്തൂലോ, അതേപോലെ തന്നെ കൃത്യമായിട്ട് അത് നല്ല വൃത്തിയായിട്ട് വെടിപ്പായിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? അന്വേഷിച്ചറിയണം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. എന്നിട്ടേ നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ടു. ഇപ്പോൾ വിവാഹം കഴിയില്ല എന്നുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എന്താ ചെയ്യുക? അതിൽ നമുക്ക് പറയാൻ സാധിക്കുക. ഒരു സ്വയംവരം കൃഷ്ണനായിട്ട് അങ്ങോട്ട് ചീട്ടാക്കുക. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് പറയുക, ഭഗവാനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പം എൻ്റെ മനസ്സിലുള്ളത് പോലെ തന്നെ ഒരു വിവാഹ ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഭഗവാനാണ് ഏറ്റവും നല്ലത്. ബെസ്റ്റാണ് ഭഗവാൻ. എല്ലാ കാര്യവും നടത്തി തരും. എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ മാറ്റാനായിട്ട് ഗുരുവായൂരപ്പനെ സാധിക്കുള്ളൂ. അപ്പോൾ ഭഗവാന്റെ അടുത്ത് പറയാം, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ട് ടെൻഷൻ ആവാതിരിക്കുക. അതാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. ഇപ്പം ഈ സന്യാസ യോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ ഉപേക്ഷിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ലൗകികമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ചിന്ത ഉണ്ടാവാൻ പാടില്ല. അയ്യോ എനിക്കതേക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവുന്നുണ്ടല്ലോ, എനിക്ക് ഇതേക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവുന്നുണ്ടല്ലോ, ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് സന്യസിക്കാൻ പോയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിൻ്റെ സന്യാസം എന്നാണോ പറയുക? അപ്പോൾ എന്ത് ചെയ്യണം, ആ സന്യാസത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് പിന്നെ ആലോചിച്ചറിഞ്ഞിട്ട് കൃത്യമായിട്ട് അറിഞ്ഞ് അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പേടിക്കുന്നത്? അപ്പോൾ പേടി ഉണ്ടാകില്ല. അപ്പോൾ അതാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. ആദ്യം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പറയുക. അപ്പോൾ വിവാഹത്തിൻ്റെ ബുദ്ധിമുട്ടാണ് ആലോചിക്കണമെങ്കിൽ സ്വയംവരം ചിട്ടാക്കുക. എന്തായാലും വിവാഹമൊക്കെ കഴിഞ്ഞിരിക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഗുരുവായൂരപ്പൻ വരുത്തില്ല കേട്ടോ. ആ ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അപ്പം എന്തായാലും സന്യാസത്തെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാം. അപ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. ഒരു സന്യാസിയുടെ കഥയാണ് പറയണത് കേട്ടോ. അദ്ദേഹം ആദ്യം ഗൃഹസ്ഥാശ്രമമൊക്കെ ആയിട്ട് ജീവിക്കുകയായിരുന്നു. ഭാര്യയുണ്ട്, മക്കളുണ്ട്, അദ്ദേഹത്തിന് കുടുംബമൊക്കെ ആയിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇദ്ദേഹത്തിന് കുറേ ജോലികളൊക്കെ ഇദ്ദേഹം ചെയ്യും കേട്ടോ. അപ്പോൾ ഭാര്യ അങ്ങനെ ഇരുന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറയും. അത് നമുക്ക് വാങ്ങണം, ഇത് നമുക്ക് വാങ്ങണം, നമുക്ക് അതില്ല, അങ്ങനെ കുറേ പ്രാരാബ്ദങ്ങൾ പറയും. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ മടുപ്പൊക്കെയാണ് തോന്നുക. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വിശ്രമിക്കാനായിട്ട് വന്നിരിക്കുമ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങേണ്ട ലിസ്റ്റൊക്കെ ആയിട്ട് വരിക. അപ്പോൾ പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളല്ലേ, അത് വാങ്ങിക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെയും അത് അദ്ദേഹം വാങ്ങിക്കാനൊക്കെ ആയിട്ട് പോകും. അങ്ങനെ ഒരു റെസ്റ്റ് ഇല്ലാതെ എപ്പോഴും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടുപ്പൊക്കെ തോന്നിയിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, മതി, എനിക്ക് ഈ ജീവിതം മടുത്തു, ഞാൻ സന്യസിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, എല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ഭാര്യയും മക്കളെയും ആരും കൊണ്ടുപോകണില്ല കേട്ടോ, ഭാര്യനൊന്നും കൊണ്ടുപോകണില്ല, കാട്ടിലേക്ക് സന്യസിക്കാനായിട്ട് പോകുക. അപ്പം ഇദ്ദേഹം ഒന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അദ്ദേഹം ഒരു കുണകം മാത്രം അതായിട്ടാണ് പോയിരിക്കണേ. അങ്ങനെ ഒരു കാട്ടിലെ അവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നു തപസ്സൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹം. 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ മഴയും വെയിലൊക്കെ കൊള്ളുകയല്ലേ, അപ്പം അതിൽ നിന്നൊരു രക്ഷ നേടാനായിട്ട് അദ്ദേഹം ഒരു കുടിൽ പോലെയൊക്കെ കെട്ടി, ഒരു ആശ്രമം, ഒരു പർണശാല പോലെ അവിടെ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് താൽക്കാലികമായിട്ടുള്ള എന്നുള്ള രീതിയിൽ ഒരു കുടിലൊക്കെ കെട്ടിയിട്ട് പിന്നെ ഇരുന്നിട്ടായി തപസ്സൊക്കെ ചെയ്യൽ. അപ്പം എന്തായി, അവിടേക്ക് ഒരു എലി വന്നു. എലിക്ക് ഇന്ന സ്ഥലം, ഇന്ന ആള്, ഇന്ന വസ്തു എന്നൊന്നുമില്ലല്ലോ, അതാ കോണകവാല് കടിച്ചു മുറിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കരണ്ട് തിന്നൂലോ, എലി വെട്ടാന്നൊക്കെ പറയില്ലേ, പല്ലുകൊണ്ട്, കത്രി കൊണ്ട് വെട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ കരണ്ട് അത് നശിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പം ഇദ്ദേഹം ഇത് ശ്രദ്ധിച്ചു, ഒരു ശല്യം പോലെ ആകെ ഉള്ളതാണ്, വേറെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം എന്ത് ചെയ്തു, ആദ്യമൊക്കെ എലീനെ കാട്ടി പായിക്കാനൊക്കെ ആയിട്ട് നോക്കി, എലി പോയി. പിന്നെയും വന്നിട്ട് ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബുദ്ധിമുട്ടായി. അപ്പോൾ വേറൊരെണ്ണം അന്വേഷിച്ചിട്ട് ഇദ്ദേഹം കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. തൊട്ടടുത്ത് നാട്ടിലേക്ക് വന്നിട്ട് ഒരു സ്ത്രീയുടെ അടുത്ത് ചോദിച്ചു, എൻ്റെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ, ഒരെണ്ണം എവിടെന്നെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ കൊടുത്തു. അങ്ങനെ അദ്ദേഹം അത് ഉപയോഗിച്ച് തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എലി പിന്നെയും വന്നിട്ട് പിന്നെ ഇത് കരണ്ട് എടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം പിന്നെയും പോയി ആ സ്ത്രീയുടെ അടുത്തേക്ക്, ഇനി ഉണ്ടോയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് യഥാർത്ഥ കാരണം, എന്താണ് ഇങ്ങനെ ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണത് ചോദിച്ചിട്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആകെ ഒരു കുണകേ ഉണ്ടായിരുന്നുള്ളൂ, ഈ എലി വന്നിട്ട് അതിങ്ങനെ കരണ്ട് തിന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, എലീനെ ഓടിക്കാനായിട്ട് ഒരു പൂച്ചേനെ വളർത്തിയാൽ പോരേന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ശരിയാണല്ലോ, എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ആ നാട്ടിൽ തന്നെ എവിടെ നിന്നോ ഒരു പൂച്ചേനെയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ആ കാട്ടിലേക്ക്, ആ കുടിലേക്ക് പോയി. അപ്പോൾ പൂച്ചയുണ്ട്, ഇദ്ദേഹത്തിൻ്റെ കൂടെ പൂച്ചയുണ്ട് കേട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പോൾ പതിവ് പോലെ എലി വന്നു. എലി വന്ന ഉടനെ പൂച്ച അതിനെ പിടിച്ചിട്ട് കൊന്നു തിന്നു. പൂച്ച അതിനെ കഴിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷമായി, എലിയുടെ ശല്യം തീർന്നല്ലോ എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. 2 ദിവസമൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. 3-ാമത്തെ ദിവസം പൂച്ച മ്യാവൂ മ്യാവൂ എന്ന് പറയാൻ തുടങ്ങി. അതായത് എനിക്ക് വിശക്കണു എന്നാണ് പൂച്ച പറയണേ. കാരണം അതിന് വിശക്കില്ലേ, എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. ഇദ്ദേഹം ആണെങ്കിൽ അവിടെ ലഭിക്കുന്ന, ആ കാട്ടിൽ നിന്ന് ലഭിക്കുന്ന പഴങ്ങൾ അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് ഇദ്ദേഹം വിശപ്പടക്കുന്നത്. പൂച്ചയ്ക്ക് എന്തെങ്കിലും വേണ്ടേ, പൂച്ച പഴങ്ങളൊക്കെ കഴിക്കൂ, ഇല്ലല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം പൂച്ച പാല് കുടിക്കും എന്നുള്ളത്. അങ്ങനെ ഭിക്ഷയ്ക്കായിട്ട് പോകുന്ന സമയത്ത് പാൽ ഇദ്ദേഹം ചോദിച്ചു. സാധാരണ ഭിക്ഷയ്ക്കൊക്കെ ആയിട്ട് പോകുമ്പോൾ ആളുകൾ അവരുടെ കയ്യിലുള്ള എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കളൊക്കെ ആണല്ലോ കൊടുക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഇതല്ല എനിക്ക് വേണ്ടേ, എനിക്ക് കുറച്ച് പാലാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതിൻ്റെ അടുത്തൊരു പൂച്ചയുണ്ട്, അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പാല് കൊടുത്തു കേട്ടോ.
പിറ്റേ ദിവസം ഇദ്ദേഹം പാല് ചോദിച്ച് ചെല്ലും. അങ്ങനെ 2-3 ദിവസമൊക്കെ ആളുകൾ ഇങ്ങനെ പാലൊക്കെ കൊടുത്തു. പിന്നെ ഇവർക്കും ഇത് ബുദ്ധിമുട്ടായി. എന്നും ഇദ്ദേഹം ഇങ്ങനെ പാല് വന്നിട്ട് ചോദിക്കണം പൂച്ചയ്ക്ക്. അപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു, ഇതിപ്പോൾ എന്നും വന്നിങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു പശുവിനെ വളർത്തുകയാണെങ്കിൽ അതിൻ്റെ പാല് കറന്ന് പൂച്ചയ്ക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ശരിയാണ്, പക്ഷെ എൻ്റെ കയ്യിൽ പശുവിനെ വാങ്ങിക്കാനുള്ള പണമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് വേറൊരാൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ പശുവുണ്ട്, ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കറവയുള്ള പശുവിനെ ഇദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അങ്ങനെ പശുവൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കുടിലേക്ക്, ആ ഒരു ആശ്രമത്തിലേക്ക് പോയി. അവിടെ ചെന്നു, പശുവിൻ്റെ പാലൊക്കെ കറന്നിട്ട് പൂച്ചയ്ക്ക് കൊടുത്തു. പൂച്ച അതൊക്കെ കുടിച്ച് സുഖമായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പശുവിന് വിശക്കാൻ തുടങ്ങി. അത് എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ അതിന് പുല്ല് കഴിക്കണ്ടേ, പുല്ല് തിന്നണ്ടേ. അപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് തപസ്സൊന്നും ചെയ്യാൻ പറ്റുന്ന നേരെ കിട്ടണില്ല കേട്ടോ. അപ്പോഴേക്കും പശു കരഞ്ഞപ്പോൾ പുല്ല് വെട്ടിക്കൊണ്ടുവരാനൊക്കെ ആയിട്ട് പോയി, പശുവിനായിട്ട് അത് തീറ്റിക്കാനായിട്ട് പോയി. പിന്നെ പാലൊക്കെ കറക്കണം, പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കണം. ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തിന് തപസ് ചെയ്യാനായിട്ട് സമയേ കിട്ടണില്ല. ആകെപ്പാടെ ഒരു ധൃതി, ഒന്നിനും സമയമില്ലായ്മ. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പിന്നെയും അദ്ദേഹം ഇങ്ങനെ ഭിക്ഷ യാചിക്കാനൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് അവർ പറയും, നിങ്ങൾക്ക് ആരെങ്കിലും സഹായത്തിനായിട്ടുണ്ടെങ്കിൽ അവരാ പണികളൊക്കെ ചെയ്തോളൂല്ലോ. പശുവിനെ പുല്ല് തീറ്റിക്കുക, അതിനെ പിണ്ണാക്കൊക്കെ ചോദിച്ചിട്ടാണ് പിന്നെ ഇദ്ദേഹം പോണത് പശുവിനെ. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരാനായിട്ട് ഇദ്ദേഹം തന്നെ പോകാനുള്ള. അപ്പോൾ ആരെങ്കിലും സഹായത്തിനായിട്ടുണ്ടെങ്കിൽ അതൊരു ഉപകാരമാണല്ലോ. അങ്ങനെ ആരെങ്കിലും സഹായത്തിന് വെക്കൂ, അപ്പോൾ അവർ ഈ ജോലികളൊക്കെ ചെയ്തോളും, അങ്ങേക്ക് സ്വസ്ഥമായിട്ട് തപസ് അനുഷ്ഠിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. ശരിയാണത്, പറഞ്ഞത് ശരിയാണ്. താനും ആലോചിക്കാതിരുന്നില്ല അതേക്കുറിച്ചിട്ട്. പിന്നെ ആരെ ഇപ്പോൾ ഒരു സഹായത്തിനായിട്ട് കൊണ്ടുവരാമെന്ന് അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഭാര്യയുടെ മുഖം ഓർമ്മ വന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഓൾറെഡി ഒരു വീടൊക്കെയായി. വീടെന്ന് ഉദ്ദേശിക്കുന്നത് ആ കുടിലൊക്കെ കെട്ടിയിട്ടുണ്ട്, ഒരു പൂച്ചയുണ്ട്, ഒരു പശു ഉണ്ട്. ഇനിയിപ്പോൾ ഒരു സഹായത്തിന് ഭാര്യനെ കൊണ്ടുവരാൻ പോവുക. അങ്ങനെ ഭാര്യയെ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ പിന്നെയും പഴയ പോലെ തന്നെ ഇദ്ദേഹത്തിന് പണികളായി. അതായത് ഇദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയായി ഇവിടെയും. ഇദ്ദേഹത്തിന് ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല, തപസ് അനുഷ്ഠിക്കാനായിട്ട് സമയം കിട്ടണില്ല. പിന്നെയും പഴയ ഒരു ജീവിതത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. അപ്പോൾ സന്യാസി ആവാൻ വേണ്ടി വന്നിട്ട് പഴയ ഒരു രീതിയിലേക്ക് തന്നെ ഇദ്ദേഹം മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ഇതൊക്കെ ഒരു കോണകം വരുത്തി വെച്ച ഒരു കാര്യമാണ്. എല്ലാം ഉപേക്ഷിക്കണം എന്നാണ് നമ്മൾ ഈ സന്യാസിമാരടുത്ത് പറയാറുള്ളത്. അപ്പം എല്ലാം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ലൗകികമായിട്ടുള്ള എല്ലാ ചിന്തകളും അതിൽ നിന്ന് പോകണം. അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. മനസ്സുകൊണ്ട് നമ്മളെല്ലാം ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവണം ഭഗവാനിലെ. അതായത് എന്താണോ ആ ഒരു ശക്തി, ഒരു ദൈവികമായിട്ടുള്ള ഒരു ശക്തി ഉണ്ടാവുമല്ലോ, ആ ശക്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കണം. അവരാണ് യഥാർത്ഥത്തിലെ സന്യാസിമാര്. ആ ഒരു തലത്തിലേക്കാണ് നമ്മളെല്ലാവരും മാറേണ്ടത്. പക്ഷെ ഇദ്ദേഹത്തിന് എന്തായി, അതൊന്നും ലൗകികമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടന്നപ്പോൾ സന്യാസം അദ്ദേഹത്തിന് നടന്നില്ല. അപ്പോൾ സന്യസിക്കുന്നവർ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിലുള്ളവർക്ക് ഇപ്രകാരമാണ്, എല്ലാം ഉപേക്ഷിക്കാനായിട്ട് അവർ തയ്യാറാകണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അതേക്കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടപ്പെടേണ്ടത്. ഇത് നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളേയല്ല. അത് കുറച്ച് നാളുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നിർബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തും ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളെ കൊണ്ട് അത് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഈ പറഞ്ഞു തരുന്നവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണോ നമുക്ക് പറഞ്ഞു തരുന്നത്? അങ്ങനെ അതേക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ട് കേട്ടോ. ഇനി ഒരു ചോദ്യം കൂടെ പറയാം കേട്ടോ. നമ്മൾ ഇന്നലെ നടരാജ വിഗ്രഹം വീട്ടിൽ വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ചുവടെ വന്നിട്ടുള്ള ഒരു കമന്റാണ്, സാധാരണ രീതിയിൽ പൂജകൾ, ഈ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ള പൂജകളൊന്നും നടരാജ വിഗ്രഹത്തിന് പറ്റില്ല എന്ന് കേട്ടിട്ടുണ്ട്. നൃത്തം ചെയ്തുകൊണ്ട് വേണം പൂജ ചെയ്യാനായിട്ട്. ഒരു പ്രമുഖ സിനിമാ നടൻ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നീട് അത് മാറ്റിയിട്ടുള്ള എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അത് മാറ്റിയിട്ടുണ്ടെന്നൊക്കെ കേട്ടു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ യഥാർത്ഥത്തിലേ ഇപ്പം നമ്മുടെ ക്ഷേത്രങ്ങളിലും നമ്മുടെ വീടുകളിലും ചെയ്യുന്ന ചടങ്ങുകൾക്ക് വ്യത്യാസമുണ്ട്. ക്ഷേത്രങ്ങളിൽ താന്ത്രികപരമായിട്ടുള്ള പൂജകളൊക്കെയാണ് നടക്കുക. നമ്മുടെ വീട്ടിലതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇദ്ദേഹം ഈ സിനിമാ നടൻ ആരാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെയുള്ള താന്ത്രികപരമായിട്ടുള്ള ആരാധനകളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും. പൂജാരിമാരെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരറിവുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇനി അടുത്ത മാസം ചെയ്യണം, അല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ട് പോകണം എന്നൊക്കെ. അത് പക്ഷെ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കുക കേട്ടോ. ചിലപ്പോൾ നമുക്ക് തന്നെ കുറേ ദിവസം ഭക്ഷണമൊക്കെ തന്നിട്ട് ഒരു ദിവസം പിന്നെ ഭക്ഷണം ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അതേപോലെ തന്നെ അപ്പോൾ താന്ത്രികപരമായിട്ടുള്ള ചടങ്ങുകൾ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോഴേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളൂ. അല്ലാതെ വിഗ്രഹമൊക്കെ വെച്ചിട്ട് ഒരു വിളക്കൊന്നും കൊളുത്തുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാമജപം പറയാം.
1,91,748 നാമങ്ങളാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ നാമജപത്തിൻ്റെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ നന്നായിട്ട് നാമം ചൊല്ലുക. ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും കൂടുതൽ അറിവുകളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.